ഒരു മിനിറ്റിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡെറിവേഷൻ നമുക്ക് നോക്കിയാലോ? യെസ്, നമ്മൾ ആംപിയർ സർക്യൂട്ട് ലെവൽ ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്ന അതാ നോക്കിയേ, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് സ്ട്രേറ്റ് കണ്ടക്ടർ ക്യാരിങ് വയർ ആണ് ചോദിച്ചത് അല്ലേ? സോ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഫിഗർ വരച്ചേക്കാം. സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ അവിടെ നമുക്ക് എന്ത് വേണം, ആംപീരിയർ ലൂപ്പ് വേണ്ടേ? ആംപീരിയർ ലൂപ്പ് ഞാൻ എന്താ വരച്ചിട്ടുണ്ട്. ഇത് റേഡിയസ് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ മാർക്ക് ചെയ്യാം. R ആണ് നമ്മുടെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പോയിന്റ് പിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇതായിട്ട് കാണിക്കുക. സോ ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. ആൻഡ് അവിടെ ഉണ്ടാകുന്ന ചെറിയ ലെങ്ത് എന്താണ്, DL ആണ്. അത് ഡയറക്ഷൻ അവിടെ കാണിച്ചു. റെഡി അല്ലേ? നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ആംപിയർ സർക്യൂട്ടിൽ എഴുതാം. ഇന്റഗ്രൽ B ഡോട്ട് DL ഈക്വൽ ടു എന്താണ്, μ0 ടൈംസ് I ആണ്. നമുക്കറിയാലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് സെയിം അല്ലേ? സോ നമുക്കറിയാം ഇവിടെ B ഡോട്ട് DL ആണ്. B ഡോട്ട് DL എന്ന് പറഞ്ഞാൽ B DL cos θ ആണ്. cos 0 അവിടെ തീറ്റ എന്ന് വെച്ചാൽ B യും DL ഉമായിട്ടുണ്ടാകുന്ന ആംഗിൾ 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അവിടെ ഇന്റഗ്രൽ B DL ഈക്വൽ ടു എന്തായിരിക്കും, μ0 ടൈംസ് I ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രലിന്റെ പുറത്ത് എന്ത് വരും നമ്മുടെ, യെസ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് B ഇൻറ്റു ഇന്റഗ്രൽ DL ഈക്വൽ ടു നമുക്ക് എന്ത് വന്നു, μ0 I എന്ന് വന്നു. ആൻഡ് ഇവിടെ ഉണ്ടാവുന്ന ഈ ഒരു DL നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സർക്കംഫറൻസ് മൊത്തം നമുക്ക് കിട്ടില്ലേ? സോ അത്രയും വരിക 2πr ആയി വരിക. സോ B ഇൻറ്റു 2πr ഈക്വൽ ടു എന്ത് വരും, നമുക്ക് μ0 ടൈംസ് I വന്നു. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് B ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, μ0 I ബൈ 2πr എന്ന് പറയാം. ഇതായിരിക്കും നമ്മുടെ എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഇൻഫിനിറ്റ് ലോങ് സ്ട്രേറ്റ് കറന്റ് ക്യാരിങ് കണ്ടക്ടറിന്റെ ഇക്വേഷൻ വരുന്നുണ്ടാവുക. സെറ്റ് അല്ലേ?